പതിറ്റാണ്ടുകളായി ഇറാൻ ഭരണകൂടത്തിന്റെ കരുത്തായിരുന്ന മത നേതൃത്വത്തിൽ നിന്ന് അധികാരം സൈന്യത്തിലേക്ക് കൈമാറപ്പെടുകയാണ്. ഇത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ വൻ അട്ടിമറിയെ തന്നെയായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായി ഇറാൻ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഈ നിർണായക ഘട്ടത്തിൽ ഇത്തരം ഒരു മാറ്റം അനിവാര്യമാണെന്ന് IRGCയും വിലയിരുത്തുന്നുണ്ട്. നയതന്ത്രപരമായ നീക്കങ്ങളെക്കാൾ സൈനികമായ പ്രതിരോധത്തിനും ആക്രമണത്തിനുമാണ് ഈ സാഹചര്യത്തിൽ മുൻഗണന നൽകേണ്ടത് എന്ന ചിന്തയാണ് ഇറാന്റെ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. ഇറാന്റെ പരമോന്നത നേതൃത്വത്തിലുണ്ടായ ശൂന്യതയും യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കേണ്ടി വരുന്നതുമാണ് രാജ്യത്തെ സമ്പൂർണ്ണ പട്ടാള നിയന്ത്രണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇത്തരം ഒരു ഭരണമാറ്റം ഇറാൻ എന്തിനായിരിക്കും ഇപ്പോൾ സ്വീകരിച്ചത് എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഇറാനിലെ ഈ മാറ്റം നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. രണ്ടും കൽപ്പിച്ച് ഇറാൻ ഇതാ ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികളെ തൃണവൽക്കരിച്ചുകൊണ്ട് IRGC നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇനി ഭരണം ഇവരുടെ കയ്യിലാണ്. ഇങ്ങനെ ഒരു മാറ്റം എന്തിനായിരിക്കും ഇറാൻ നടത്തിയത് എന്നല്ലേ? അതിന് കൃത്യമായ പ്ലാനുകൾ അവരുടെ കൈവശമുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിൽ 2 മാസമായി തുടരുന്ന തീവ്രമായ സൈനിക സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ ഭരണഘടനയിലും അധികാര കേന്ദ്രങ്ങളിലും അഭൂതപൂർവമായ മാറ്റങ്ങളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യമാകുന്നത്. ദശകങ്ങളായി മത നേതൃത്വം, സിവിൽ ഗവൺമെന്റും സൈന്യവും തമ്മിൽ നിലനിന്നിരുന്ന സങ്കീർണമായ അധികാര സന്തുലനാവസ്ഥ പൂർണ്ണമായും തകരുകയും രാജ്യത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ. ഈ അധികാര കൈമാറ്റം കേവലം ഒരു താൽക്കാലിക ക്രമീകരണമായിട്ട് കാണരുത്, മറിച്ച് ഇറാന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനാപരമായ മാറ്റങ്ങളിൽ ഒന്നായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇത് വിലയിരുത്തുന്നത്. പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തെ തുടർന്ന് രൂപപ്പെട്ട അധികാര ശൂന്യതയാണ് IRGCക്ക് വഴി തുറന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തെരഞ്ഞെടുക്കപ്പെട്ട പിൻഗാമിയെ നിശ്ചയിക്കുന്നതിൽ സൈന്യം നേരിട്ട് ഇടപെടുകയും മുസ്തഫ ഖമേനിയെ ഒരു നിഴൽ നേതാവായി നിലനിർത്തിക്കൊണ്ട് യഥാർത്ഥ അധികാരം തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ. നിലവിൽ ഇറാനിൽ മന്ത്രിസഭയെക്കാളും പാർലമെന്റിനേക്കാളും കരുത്താർജിക്കുന്നത് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു മിലിറ്ററി കൗൺസിലാണ്. വിദേശ നയം, ആണവ പദ്ധതികൾ, ആഭ്യന്തര സുരക്ഷ എന്നിവയിൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ കൗൺസിലിന് ഇപ്പോൾ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. സിവിൽ ഭരണകൂടത്തിന്റെ സ്വാധീനം ഗണ്യമായി കുറഞ്ഞത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കപ്പെടുകയും പ്രധാനപ്പെട്ട സിവിൽ തസ്തികകളിൽ IRGC കമാൻഡർമാരെ നിയമിക്കുകയും ചെയ്തു. ഇത് രാജ്യത്തെ ഒരു ഗാർഡ് ഗാരിയ സ്റ്റേറ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇറാന്റെ സാമ്പത്തിക മേഖലയിൽ IRGCക്ക് നേരത്തെ തന്നെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ മാറ്റത്തോടെ എണ്ണ വ്യാപാരവും വിദേശ നാണയ വിനിമയവും പൂർണ്ണമായും സൈനിക മേൽനോട്ടത്തിലായിട്ടുണ്ട്. യുദ്ധ സാഹചര്യത്തിൽ വിഭവങ്ങൾ വേഗത്തിൽ വിന്യസിക്കാനാണ് ഈ നീക്കമെന്ന് സൈന്യം അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഇത് ഇറാന്റെ ജനാധിപത്യ സ്വഭാവമുള്ള ഭരണ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. പ്രാദേശികമായുള്ള സൈനിക നീക്കങ്ങളിലും ഈ മാറ്റം പ്രകടമാണ്. ലബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ തുടങ്ങിയ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുമായുള്ള ആശയവിനിമയം, ആയുധ വിതരണവും ഇപ്പോൾ നേരിട്ട് മിലിറ്ററി കൗൺസിലിന്റെ കീഴിലാണ്. ഇസ്രായേലിനെതിരായ നേരിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളും പ്രതിരോധ തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നത് സൈനിക മേധാവികൾ മാത്രമാണ്. വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ചർച്ചകളിൽ പോലും വിദേശകാര്യ മന്ത്രാലയത്തിന് പകരം IRGC പ്രതിനിധികൾ പങ്കെടുക്കുന്നത് ഇറാന്റെ പ്രതിച്ഛായയിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഒരു വശത്ത് ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഈ കേന്ദ്രീകൃത ഭരണം സഹായിക്കുന്നുണ്ട് എങ്കിലും മറുഭാഗത്ത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താനും ഉപരോധങ്ങൾ കർക്കശമാക്കാനും കാരണമായേക്കാം. വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭരണഘടനയിൽ തന്നെ ഔദ്യോഗികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സൈന്യത്തിന്റെ ഈ മേധാവിത്വം സ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ ഭരണത്തിൽ ദശകങ്ങളായി നിലനിന്നിരുന്ന മതകേന്ദ്രീകൃതമായ അധികാര ഘടനയിൽ നിന്നും സൈനിക ആധിപത്യത്തിലേക്കുള്ള മാറ്റം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 1980-കൾ മുതൽ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ കീഴിലായിരുന്നു ഇറാൻ. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളായതോടെയും തുടർന്നുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതായത് IRGC പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കുകയാണ്. ഇത് ഇറാന്റെ പരമ്പരാഗതമായ തിയോക്രാറ്റിക് ഭരണരീതിയിൽ നിന്നുള്ള വലിയ ഒരു വ്യതിചലനം തന്നെയാണ്.
രാജ്യത്തിന്റെ നയതന്ത്രവും ഭരണപരമായ തീരുമാനങ്ങളും ഇപ്പോൾ എടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോ മത നേതാക്കളോ അല്ല, മറിച്ച് IRGCയുടെ ഉന്നത കമാൻഡർമാരാണത്. വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്ന സിവിലിയൻ നേതാക്കൾ ഇപ്പോൾ സൈന്യത്തിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന വെറും ഉപകരണങ്ങൾ മാത്രമായി മാറിയിരിക്കുന്നു എന്നത് ഈ സൈനികവൽക്കരണത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ്. അലി ഖമേനിയുടെ മരണശേഷം അധികാരം അദ്ദേഹത്തിന്റെ മകനായ മുജ്തബ ഖമേനിയിലേക്ക് എത്തിയെങ്കിലും സൈന്യവുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധം IRGCക്ക് ഭരണത്തിൽ കൂടുതൽ ആധിപത്യം നൽകുകയാണ് ഉണ്ടായത്. അമേരിക്കയുടെ ആക്രമണത്തിൽ മുജ്തബ ഖമേനിക്ക് പരിക്കേറ്റതും അദ്ദേഹത്തിന് ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതും സൈനിക ഉദ്യോഗസ്ഥരിലേക്ക് അധികാരം കൂടുതൽ വികേന്ദ്രീകരിക്കപ്പെടാനുള്ള കാരണമായി മാറി. ഇതോടെ ഇറാൻ ഭരണകൂടം ഒരു മിലിറ്ററി ഗുണ്ടയ്ക്ക് സമാനമായ രീതിയിലേക്ക് പരിണമിച്ചു. ഇത്തരത്തിലുള്ള സൈനികാധിപത്യം ഇറാന്റെ വിദേശ നയങ്ങളെയും സൈനിക നീക്കങ്ങളെയും കൂടുതൽ പ്രവചനാതീതമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലുമായും അമേരിക്കയുമായും നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ ഒരു നയതന്ത്ര പരിഹാരത്തെക്കാൾ ഉപരിയായി സൈനികമായ തിരിച്ചടികൾക്കാണ് ഇപ്പോൾ അവർ മുൻഗണന നൽകുന്നത്. ഭരണതലത്തിലെ ഈ മാറ്റങ്ങൾ ആഭ്യന്തര തീരുമാനങ്ങളിൽ വലിയ താമസം വരുത്തുന്നതായാലും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരു ഏകീകൃത നേതൃത്വത്തിന്റെ അഭാവം സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിലെ നിയന്ത്രണത്തെയും അന്താരാഷ്ട്ര ചർച്ചകളെയും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഭരണകൂടത്തിനുള്ളിലെ തീവ്രവാദികളും മിതവാദികളും തമ്മിലുള്ള തർക്കങ്ങൾ പലപ്പോഴും IRGCയുടെ കർശന നിലപാടുകൾ കാരണം അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്നു. സൈന്യത്തിന്റെ ഈ സമ്പൂർണ്ണ ആധിപത്യം ഇറാന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായകമാണ്. ഇത് മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് പകരം കൂടുതൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ അധികാരം മതപണ്ഡിതന്മാരുടെ കൈകളിൽ നിന്നും സൈനിക യൂണിഫോമിനുള്ളിലേക്ക് മാറിയത് മിഡിൽ ഈസ്റ്റിലെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സന്തുലനാവസ്ഥയെ മാറ്റിയിരിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യമാണ്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിദേശ നയങ്ങളിലും IRGC ചെലുത്തുന്ന സ്വാധീനം രാജ്യത്തിനകത്ത് വലിയ അസ്വസ്ഥതകൾക്കും കാരണമാകുന്നുണ്ട്. സൈന്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഈ ആധിപത്യത്തിൽ നാഷണൽ അസംബ്ലിയിലെയും ക്യാബിനറ്റിലെയും പല അംഗങ്ങളും അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെയും സിവിൽ ഭരണകൂടത്തിന്റെയും അധികാരം സൈന്യം കവർന്നെടുക്കുന്നത് ഭരണഘടനാപരമായ പ്രതിസന്ധിയെ തന്നെയാണ് പറയുന്നത്. എന്നാൽ ഇത്തരം ആഭ്യന്തര തർക്കങ്ങളെ കുറിച്ച് ഇറാനിയൻ അധികൃതർ ഇതുവരെ ഔദ്യോഗികമായ വിശദീകരണങ്ങളോ നിഷേധങ്ങളോ നൽകിയിട്ടില്ല. ഈ മൗനം ഭരണകൂടത്തിനുള്ളിലെ ഭിന്നതകളെ ശരിവെക്കുന്നതാണെന്നും രാജ്യം നേരിടുന്ന അനിശ്ചിതാവസ്ഥയുടെ പ്രതിഫലനമാണെന്നും അന്താരാഷ്ട്ര നിരീക്ഷകരും കരുതുന്നുണ്ട്. ജനപ്രതിനിധികളുടെ എതിർപ്പുകൾ നിലനിൽക്കെ തന്നെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അധികാരം സൈന്യത്തിൽ കേന്ദ്രീകരിക്കുന്ന പ്രവണതയാണ് നിലവിൽ ഇപ്പോൾ തുടരുന്നത്. എന്തായാലും അമേരിക്കയുമായുള്ള ഇറാന്റെ നയതന്ത്ര ബന്ധങ്ങളെ ഈ അധികാരമാറ്റം അതീവ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. ഒബാമ കാലഘട്ടത്തിന് ശേഷം നടന്ന പല ചർച്ചകളും ഇപ്പോൾ അപ്രസക്തമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അമേരിക്കയുമായി രണ്ടാം ഘട്ട ചർച്ചകൾക്ക് സാധ്യതയുണ്ടായിരുന്നുവെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം പൂർണ്ണമായും IRGCയുടെ കൈകളിലെത്തിയത് ഇതിന് തടസ്സമാകും. സാധാരണ നയതന്ത്ര ചർച്ചകളിൽ സിവിൽ ഗവൺമെന്റ് കാണിക്കുന്ന അയവുള്ള സമീപനത്തിന് പകരം തീവ്രമായ സൈനിക നിലപാടുകളാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര ചാനലുകൾ ഏതാണ്ട് പൂർണ്ണമായും അടയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. സൈനിക നേതൃത്വം വിദേശ നയത്തിൽ നേരിട്ട് ഇടപെടുന്നത് വരാനിരിക്കുന്ന ഏതൊരു സമാധാന ശ്രമങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലുകളും വരുന്നു. US-നും ഇസ്രായേലിനും എതിരായ നീക്കങ്ങളിൽ IRGC സ്വീകരിക്കുന്ന തന്ത്രപരമായ നിലപാടുകൾ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റാൻ പ്രാപ്തിയുള്ളതാണ്. പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുള്ള പോരാട്ടത്തിന് പകരം നേരിട്ടുള്ള സൈനിക നടപടികളിലേക്ക് ഇറാൻ നീങ്ങുന്നത് സൈന്യത്തിന് ലഭിച്ച അധികാരത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. IRGCയുടെ മേധാവിത്വം ഇറാന്റെ സൈനിക തന്ത്രങ്ങളെ കൂടുതൽ ആക്രമണോത്സുകമാക്കുന്നു. ഇത് ഇസ്രായേലുമായുള്ള സംഘർഷം ഒരു പ്രാദേശിക യുദ്ധമാക്കി മാറ്റാനുള്ള സാധ്യതയാണ് വർദ്ധിക്കുന്നത്. നയതന്ത്രജ്ഞരുടെ വാക്കുകളേക്കാൾ തോക്കിൻ കുഴലിലൂടെയുള്ള തീരുമാനങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതോടെ പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഇറാന്റെ ഈ മാറ്റം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര ധ്രുവീകരണത്തിന് വഴി തുറന്നിരിക്കുകയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. ഇറാന്റെ ഭരണ സംവിധാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ നിർണായകമായ പുനർനിർണയം ആ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നാണെന്ന് പറഞ്ഞല്ലോ. പരമ്പരാഗതമായി നിലനിന്നിരുന്ന മതരാഷ്ട്രീയ നേതൃത്വത്തെ പിന്നിലാക്കി IRGC എന്ന സൈനിക ശക്തി ഭരണകൂടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് കേവലം ഒരു അധികാര കൈമാറ്റം മാത്രമായിട്ട് നമ്മൾ കാണരുത്. മറിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ മാറ്റമാണത്. പരമോന്നത നേതാവിന്റെ ഓഫീസിനുള്ളിലെ ആരോഗ്യ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളും ഈ സൈനികവൽക്കരണത്തിന് ആക്കം കൂട്ടിയിട്ടുമുണ്ട്. ഇത് ഇറാന്റെ ആഭ്യന്തര സ്ഥിരതയെയും വിദേശ നയങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഒരു ഏകീകൃത നേതൃത്വത്തിന്റെ അഭാവത്തിൽ സൈന്യം നേരിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘർഷങ്ങളോട് പ്രതികരിക്കാനുള്ള ഇറാന്റെ ശേഷിയെ ഗണ്യമായി ബാധിക്കുകയും ചെയ്തേക്കാം.
പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ IRGCയുടെ ഈ ആധിപത്യം അതീവ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും അമേരിക്കയുമായും ഇസ്രായേലുമായും തുടരുന്ന പോരാട്ടങ്ങളിൽ നയതന്ത്രപരമായ ഒത്തുതീർപ്പിനേക്കാൾ സൈനികമായ കടുത്ത പ്രകടനങ്ങൾക്കായിരിക്കും ഇനി മുൻഗണന ലഭിക്കാൻ പോകുന്നത്. ഇറാന്റെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്ന അധികാര സന്തുലനാവസ്ഥ തകരുകയും സൈനിക താല്പര്യങ്ങൾക്ക് മാത്രം അനുസരിച്ച് രാജ്യം നീങ്ങുകയും ചെയ്യുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമാകാറുണ്ട്. വരും കാലങ്ങളിൽ പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനവും യുദ്ധവും നിശ്ചയിക്കുന്നതിൽ ഇറാന്റെ ഈ സൈനിക കേന്ദ്രീകൃത ഭരണത്തിന് നിർണായക പങ്കുണ്ട് എന്ന കാര്യമാണ് പറയാനുള്ളത്. നയതന്ത്രജ്ഞർക്ക് പകരം കമാൻഡർമാർ നയങ്ങൾ രൂപീകരിക്കുന്ന ഈ സാഹചര്യം ഇറാനെ കൂടുതൽ പ്രവചനാതീതമായ ഒരു ശക്തിയാക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. ഇറാനിൽ സംഭവിച്ച ഈ മാറ്റം പശ്ചിമേഷ്യൻ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുക. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.